ക്രിസ്തുവോ സങ്കീർത്തനം 143 നമുക്ക് അതിൻ്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ നടത്തിപ്പിനും സംരക്ഷണത്തിനുമായി ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംരക്ഷണം ആവശ്യമാണ്. നമ്മളെ നടത്തിക്കുന്നതിന് മനുഷ്യനല്ല, കർത്താവ് തന്നെ നമ്മളെ നടത്തിക്കണം. എങ്കിലേ നമുക്ക് ദൈവവുമായിട്ട് ചേർന്ന് നടക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലേ നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവനീതിയും എത്രത്തോളമാണെന്ന് എങ്കിലേ നമുക്ക് മനസ്സിലാകൂ. നമ്മളുടെ ജീവിതത്തിലും പീഡനങ്ങളുണ്ട്, ദ്രോഹം ചെയ്യുന്ന ശത്രുക്കളുണ്ട്, നമ്മളെ ഞെരുക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ ഇടയിൽ കർത്താവായ ദൈവത്തോട് നമ്മൾ നിലവിളിക്കണം, പ്രാർത്ഥിക്കണം, യാചിക്കണം. ഇവിടെ ദാവീദിൻ്റെ സങ്കീർത്തനം പറയുന്നു, യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ. എൻ്റെ യാചനകൾ കർത്താവേ നിൻ്റെ ചെവിയിൽ വരട്ടെ, നീ കേൾക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ വിശ്വസ്തനും നീതിമാനുമാണല്ലോ. ഞാൻ വിശ്വസ്തനല്ല, ഞാൻ നീതിമാനല്ല. എന്നാൽ കർത്താവേ നീ നീതിമാനാണ്, നീ വിശ്വസ്തനാണ്. കർത്താവേ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളണമേ എന്ന് യാചിക്കുകയാണ് ദാവീദ്. ദാവീദിൻ്റെ അവസ്ഥകളെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതായത്, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, എന്നെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ജീവനുള്ളവൻ ആരും തിരുസനിൽ നീതിമാനാകുകയില്ലല്ലോ എന്നാണ് പറയുന്നത്. അതായത്, ജീവനുള്ള ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനല്ല, ആകുകയില്ല എന്നാണ് പറയുന്നത്. കർത്താവായ ദൈവം മാത്രമാണ് വിശ്വസ്തനും നീതിമാനുമെന്ന് ദാവീദ് അറിയുകയും അത് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. കർത്താവിനോട് പറയുകയാണ്, തൻ്റെ അവസ്ഥയെപ്പറ്റി പറയുകയാണ്. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, പിന്നെയോ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുകയാണ്. പണ്ടേ ഞാൻ മരിച്ചവനെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. 1 പ്രാണനെ ഉപദ്രവിച്ച്, 2 നിലത്തിട്ട് ചവിട്ടി. ആരാ? ശത്രു. ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരു മരിച്ചവനെ പോലെ ഇരിക്കുകയാണ്. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സ് വിഷാദത്തോടിരിക്കുന്നു. എൻ്റെ ഹൃദയമോ സ്തംഭിച്ചു പോയിരിക്കുകയാണ്. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. അതായത്, സർവശക്തനായ ദൈവം സകല പ്രവൃത്തിയാലും കർത്താവ് എനിക്ക് ചെയ്ത എല്ലാ നന്മകളെയും കർത്താവായ ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും ഞാൻ ഓർക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. എന്ന് എത്ര നല്ലവനാണ് കർത്താവേ, നിന്റെ കൃപ എത്ര വലുതാണ്, നിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. ഞാൻ എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുന്നു. കർത്താവേ ദൈവമേ, ഞാൻ വേറെ ആരെയും ആശ്രയിക്കുന്നില്ല, നിന്നെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ആരുടെടുത്തും സഹായം തേടി പോകുന്നില്ല. പിതാവേ, എന്നെ സഹായിപ്പാനും എന്നെ രക്ഷിപ്പാനും കഴിവുള്ളവൻ നീ ഒരുവൻ മാത്രമാകയാൽ നിങ്കിലേക്ക് എൻ്റെ കൈകളെ മലർത്തുന്നു. എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എൻ്റെ വേദന ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞ് ദാവീദ് കർത്താവായ ദൈവത്തിനോട് യാചിക്കുകയാണ്. എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. ആ ദാഹം എങ്ങനെയുള്ള ദാഹമാണെന്ന് വെച്ചാൽ, വരണ്ട നിലം പോലെ. വരണ്ടു പോയിരിക്കുന്ന ഒരു നിലത്തിലേക്ക് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും സെക്കൻഡ് കൊണ്ട് ആ വരണ്ട നിലം വലിച്ചെടുക്കും. അതുപോലെ കർത്താവായ ദൈവമേ, എൻ്റെ പ്രാണൻ നിനക്കായിട്ട് ദാഹിക്കുന്നു. കർത്താവായ ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവരായിട്ട് നമ്മളും ദാവീദിനെ പോലെ മാറണം. യഹോവേ, വേഗം എനിക്ക് ഉത്തരം അരുളേണമേ എന്നാണ് പറയുന്നത്. വേഗം ഉത്തരം അരുളേണമേ, താമസിക്കരുതേ. അത്രത്തോളം പ്രതിസന്ധിയിലാണ് ഞാൻ, അത്രത്തോളം വിഷാദത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അത്രത്തോളം എൻ്റെ ഹൃദയം സ്തംഭിച്ചു പോയിരിക്കുകയാണ്. താമസിക്കാതെ വേണം എനിക്ക് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ പ്രാർത്ഥന ഇതുപോലെ തന്നെ ആയിരിക്കണം. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. കർത്താവായ ദൈവത്തിനോട് പറയുകയാണ്, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരമല്ല, മാംസമല്ല, ആത്മാവ് കാംക്ഷിക്കുന്നു. കർത്താവായ ദൈവം ആത്മാവാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ നമ്മൾ കാംക്ഷിക്കണം കർത്താവിനെ. അതായത്, ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ കർത്താവേ.
ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയി നശിച്ചു പോകാനിടയാക്കാതവണ്ണം പിതാവേ, നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുത്. നീ നിന്റെ മുഖം എനിക്ക് മറച്ചാൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആകുമെന്നാണ് ദാവീദിന്റെ പ്രാർത്ഥനയും യാചനയും. രാവിലെ നിന്റെ ദയ എന്നെ കേൾപ്പിക്കുമാറാക്കണമേ. രാവിലെ കർത്താവിൻ്റെ ദയയാണ് നമ്മൾ കേൾക്കുന്നത്. രാവിലെ എഴുന്നേറ്റാൽ എന്തെല്ലാം ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, എന്തെല്ലാം കോലാഹലങ്ങളാണ് നമുക്ക് ചുറ്റും കേൾക്കാൻ നമുക്ക് കഴിയുന്നത്. എന്നാൽ ദാവീദ് പറയുന്നു, നിന്റെ ദയയാണ് എനിക്ക് രാവിലെ കേൾക്കേണ്ടത്. ഞാൻ നിന്റെ ദയ എനിക്ക് കേൾക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ കർത്താവേ. കർത്താവേ, നിനക്കറിയാൻ ഞാൻ ആശ്രയിക്കുന്നത് നിന്നിലാണ്, ജീവനുള്ള ദൈവത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ ആശ്രയിച്ച് കടന്നു ചെന്നിട്ടില്ല, എനിക്ക് കഴിയുകയില്ല കർത്താവേ. എൻ്റെ ആശ്രയമെല്ലാം നീ മാത്രമാണ്. നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു പിതാവേ, കൈവിടരുത്, എന്നെ നടത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വീണ്ടും ദാവീദ് പറയുന്നു, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ എന്ന്. അതായത് ദാവീദിനറിയാൻ ഞാൻ നടക്കുന്നത് ശരിയായിട്ടുള്ള വഴിയിലല്ല എന്ന് ദാവീദിനറിയാം. എന്നാൽ ഞാൻ അറിയാത്ത വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാൽ ഞാൻ നടക്കേണ്ട വഴി നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ കർത്താവേ. എനിക്കറിയില്ല. ഞാൻ പോകുന്ന വഴി മോശമായിട്ടുള്ള വഴിയാണ്, ദൈവഹിതമില്ലാത്ത വഴിയിലാണ് ഞാൻ നടക്കുന്നത്. അതെൻ്റെ സ്വന്തം ജ്ഞാനത്തിലും എൻ്റെ സ്വന്തം ബുദ്ധിയിലും ഞാൻ നടന്നാൽ അങ്ങനെയുള്ള വഴിയിലൂടെ എനിക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവേ. ആ വഴി എനിക്ക് വേണ്ട കർത്താവേ. നീ എന്നെ നടത്തണമേ. നീ ഏത് വഴിയിലൂടെ നടക്കണമെന്ന് കർത്താവേ നീ അറിയിക്കണമേ കർത്താവേ. നീ തന്നെയല്ലയോ വഴിയും സത്യവും ജീവനും എന്നുള്ളതാണ്. വഴി, നമ്മുടെ വഴികളെ, ജീവിതത്തിൻ്റെ വഴികളെ, ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നടക്കേണ്ട വഴികളെ കർത്താവായ ദൈവത്തിനോട് ചോദിക്കണം. കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി നീ എന്നെ അറിയിക്കണമേ. അതായത് കർത്താവിൻ്റെ ഹിതമാണ് ദാവീദ് ചോദിക്കുന്നത്. എൻ്റെ വഴിയല്ല കർത്താവേ, നിന്റെ വഴിയിലൂടെ നടന്നാൽ മാത്രമേ എനിക്കൊരു നന്മ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ, ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ, കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സ്വയനിലത്തിൽ ഞാൻ നടക്കാതിരിപ്പാൻ എന്നെ സഹായിക്കണമേ. എന്നെ നിന്റെ വഴികളെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ള നിന്നിലേക്ക് ഉയർത്തുന്നു കർത്താവേ. എൻ്റെ ഹൃദയമെല്ലാം നിന്നിലേക്ക് ഞാൻ ഉയർത്തുകയാണ്. യഹോവേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ ശത്രുവിൻ്റെ കയ്യിലാണ് കർത്താവേ. എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ നീ ഒരുവൻ മാത്രമാണ്. ശത്രുക്കളുടെ കൈകളിൽ നിന്നും എന്നെ മോചിപ്പാൻ കഴിവുള്ളവൻ നീ മാത്രമാണ് കർത്താവേ. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം, ക്ഷമിക്കണം കർത്താവേ. ഇതോ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നിൻ്റെ വഴികളിലൂടെ ഞാൻ കടന്നു വരുവാൻ തയ്യാറാണ് കർത്താവേ. ദയവായി എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചെന്നെ രക്ഷിക്കണമേ കർത്താവേ. അങ്ങേക്ക് മാത്രമേ വിടുവിപ്പാനുള്ള ശക്തിയുള്ളൂ. ശത്രുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. നീ മാത്രമാണ്. നിന്നിൽ ആശ്രയിക്കുന്നു പിതാവേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വന്നിരിക്കുന്നു പിതാവേ. ശത്രുവിൽ നിന്ന് എന്നെ മറച്ചു കൊള്ളണമേ. നീ എൻ്റെ മറവിടമാണല്ലോ കർത്താവേ. നിന്നിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു പിതാവേ. ശത്രുക്കളുടെ കണ്ണുകൾ എന്നെ കാണാതിരിപ്പാൻ തക്കോണം, എന്നെ ഉപദ്രവിപ്പാതിരിപ്പാൻ തക്കോണം, എന്നെ ചവിട്ടി താഴ്ത്താതിരിപ്പാൻ തക്കോണം, ഞാൻ ഇല്ലാതായി പോകാൻ ഇടയാക്കാതോണം കർത്താവേ. നിങ്കിലേക്ക് ഞാൻ വരികയാണ്. എന്നെ നീ മറച്ചു കൊള്ളണമേ. അവൻ്റെ കണ്ണുകളിൽ കാണാതിരിപ്പാൻ തക്കോണം കർത്താവേ, നീ എന്നെ മറച്ചു കൊള്ളണമേ. നീ എന്നെ മറയ്ക്കുന്ന ദൈവം, എൻ്റെ മറവിടം നീ മാത്രമാണ് പിതാവേ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ. ദൈവമേ, ഞാൻ ഇനിയും ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് കർത്താവേ. എനിക്കറിഞ്ഞൂടാത്ത ധാരാളം കാര്യങ്ങൾ ഉണ്ട് കർത്താവേ. ദൈവമേ, എൻ്റെ ഇഷ്ടമാണ് ഇന്നുവരെ ഞാൻ ചെയ്തത്. അതുകൊണ്ട് ആ ഇഷ്ടം കർത്താവേ ദൈവഹിതമല്ലല്ലോ കർത്താവേ. എൻ്റെ ഇഷ്ടമല്ല പിതാവേ. എന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല കർത്താവേ. നിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് കർത്താവേ നീ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ഗുരുവാണല്ലോ കർത്താവേ. ഞാൻ നിൻ്റെ ശിഷ്യനാണല്ലോ പിതാവേ. നീ എൻ്റെ ദൈവമാണ് കർത്താവേ. ഞാൻ നിൻ്റെ മകനാണ്
മനുഷ്യനാണ് കർത്താവെ. നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തണം കർത്താവെ. നേരായിട്ടുള്ള നിലത്തിൽ എന്നെ നടത്തുവാൻ കഴിവുള്ള ഏക ആത്മാവ് യേശുവേ ദൈവമേ, അങ്ങയുടെ ആത്മാവ് മാത്രമാണ്. അങ്ങയുടെ ആത്മാവ് മാത്രം എന്നെ നടത്തിയാൽ മതി. എങ്കിലേ ഞാൻ നേർനിലത്തിലൂടെ നടക്കുകയുള്ളൂ. പിതാവേ, എന്നിലുള്ളത് മനുഷ്യ ആത്മാവ് എന്നെ നടത്തിയാൽ ഞാൻ നേരായിട്ടുള്ള പാതയിൽ നടക്കുകയില്ല. നേരായിട്ടുള്ള നിലത്തിൽ എനിക്ക് നടക്കുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ബലഹീനമായൊരു മനുഷ്യനാണ് പിതാവേ. നിന്റെ ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. ദൈവമേ, യഹോവേ, എനിക്കിനിയും ജീവിക്കണം കർത്താവേ. എൻ്റെ ജീവനും എൻ്റെ നടത്തയും എൻ്റെ ജീവിതവുമെല്ലാം യേശുവേ കർത്താവേ നിന്റെ നാമനിമിത്തമായിരിക്കണമേ എന്ന് നമുക്കും യാചിക്കാം. ദാവീദിനെ പോലെ യാചിക്കാം. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. ഇന്ന് ഞാൻ ജീവനോട് ഇരിക്കുന്നുവെങ്കിലും മനസ്സും ശരീരവും മരിച്ചവനെ പോലെ ഇരിക്കുന്ന ഇതിൽ നിന്നും ഞാൻ ഒന്നും കൂടെ ജീവിപ്പാൻ തക്കണം ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. എൻ്റെ പ്രാണൻ കഷ്ടതയിലായിരിക്കുന്നു കർത്താവേ. ഈ കഷ്ടതയിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുവാൻ തക്കോണം കർത്താവായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നീ നീതിമാനാണല്ലോ കർത്താവേ. നിന്റെ നീതിയാൽ മാത്രമേ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ കർത്താവേ. ഞാൻ അറിയുന്നു ദൈവമേ, എന്നെ നടത്തണമേ, എന്നെ ഉദ്ധരിപ്പിക്കണമേ കർത്താവ്. എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് കർത്താവ് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ പോലെ നമ്മളും കർത്താവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നിന്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. കർത്താവായ ദൈവത്തിൻ്റെ ദയയിലാണ് കർത്താവെ അങ്ങ് ശത്രുക്കളെ സംഹരിക്കുന്നത്. കർത്താവായ ദൈവത്തിൻ്റെ ദയയാണ്. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെ ഒക്കെ നശിപ്പിക്കണമേ. നമ്മുടെ കർത്താവായ ദൈവത്തിനെ അറിഞ്ഞ ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ പീഡനങ്ങൾ കർത്താവ് ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം, ആ പീഡനങ്ങളിൽ നിന്നെല്ലാം നമ്മളെ പ്രാണനെ രക്ഷിക്കുന്നവൻ കർത്താവായ ദൈവം മാത്രമാണ്. നശിക്കാതിരിക്കുവാൻ തക്കോണം കർത്താവായ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം അവൻ്റെ ദാസനാകുന്നുവല്ലോ. ദാവീദ് പറയുന്നു, ഞാൻ നിന്റെ ദാസനല്ലോ കർത്താവേ, നീ എന്നെ പീഡനത്തിൽ നിന്നും എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ, നശിച്ചു പോകാതിരിപ്പാൻ തക്കോണം സഹായിക്കണമേ എന്ന്. തമ്പുരാനായ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് നാശത്തിൽ നിന്നും പ്രാണനിലേക്ക്, ജീവങ്കിലേക്ക് നടത്തുവാനാണ്. നശിച്ചു പോകുവാനായിട്ടല്ല, നമ്മളെ ജീവിപ്പിക്കാനായിട്ടാണ്. നാശത്തിലേക്കുള്ള നടന്നു പോകുന്ന വഴികളിലെല്ലാം കർത്താവ് നമ്മളെ കരം പിടിച്ച് തിരിച്ച് അവൻ്റെ നേർവഴിയിൽ നമ്മളെ നടത്തി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നതും നിർമൂലമാകാതിരിക്കുന്നതും കർത്താവായ ദൈവത്തിൻ്റെ ശുദ്ധ കൃപ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനിയും അങ്ങോട്ട് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്ത് അവൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടും യാചനയോടും കർത്താവായ ദൈവത്തിനെ മനസ്സിലാക്കി അറിഞ്ഞ് അവൻ നീതിമാനും വിശ്വസ്തനുമാണെന്ന് അറിഞ്ഞ് ദൈവത്തോട് നമ്മൾ കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, വിടുതലാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മളെ വിടുവിക്കുവാൻ കഴിവുള്ളവനാണ്. പ്രാർത്ഥനയോട് യാചനയോട് നമ്മളായിരിക്കാം. ഒരു ദൈവികമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാം. ആത്മാവ് കർത്താവായ ദൈവവുമായിട്ട് ഒന്ന് ചേർന്ന് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.